എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ നമ്മുടെ ഷിക്കട അവനൊരു വായിക്കോട്ടൊക്കെ വിട്ട് അങ്ങനെ കടന്നു വരും. അപ്പോൾ അവൻ്റെ തൊട്ടു മുൻപിലായിട്ട് പപ്പയും മമ്മയും അവർ രണ്ടുപേരും ബ്ലാക്ക് ഡ്രസ്സൊക്കെ ധരിച്ച് അങ്ങനെ മൂകമായിട്ടിരിക്കുകയാണ്. ഷിക്കടയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. എന്തുപറ്റി, എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും വളരെ സാഡായിട്ട് ഈ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്നത്? അതിന് ഷിക്കമൊരു പറയും, നീ ഇത്ര വേഗം എല്ലാം മറന്നോ? ആ ഫോർത്ത് നിഞ്ച വാറ് അന്ന് മരിച്ചവരുടെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അതുകൊണ്ടാണ് ഞങ്ങൾ ബ്ലാക്ക് ഡ്രസ്സൊക്കെ ഇട്ടത്. നീ വേഗം കഴിച്ച് റെഡി ആവണം, നമുക്ക് വലിയൊരു മീറ്റിംഗ് ഇന്ന് അറ്റൻഡ് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞ് ആളങ്ങനെ കടന്നു പോകും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഒക്കാഗെ ആൻറ്റി ആണെങ്കിൽ വില്ലേജിലുള്ള എല്ലാവരെയും സാക്ഷി നിർത്തി വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായ ആ ഗ്രേറ്റ് നിഞ്ച വാറിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ആക്ച്വലി ഫോർത്ത് നിഞ്ച വാറിൽ ഒരുപാട് പേര് മരണപ്പെട്ടു. ഇപ്പൊ നമുക്ക് കിട്ടിയ ജീവിതവും നമ്മൾ ആസ്വദിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന ഫെസിലിറ്റി എല്ലാം തന്നെ അവരുടെ ദാനവും അവരുടെ ഫൈറ്റിന്റെ റിസൾട്ടും മാത്രമാണ്. സോ നമ്മളെപ്പോഴും നമ്മുടെ ഓർമ്മയിൽ അവരെ കൊണ്ടുവരണം. അവരോടുള്ള നന്ദി അതെന്നും നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പൊ ഔദയെ കാണിക്കും. ഔദയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. ഔദ സ്ട്രെയിറ്റ് ആയി റിസപ്ഷനിലേക്ക് വന്ന് അവിടെയുള്ള റിസപ്ഷനിസ്റ്റിനോട് പറയും, എനിക്ക് അത്യാവശ്യമായി ഡോക്ടർ ഹട്ടാഗെ ഒന്ന് കാണണം. ചില മെയിൻ്റനൻസ് വർക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഞാൻ വന്നത്. ആ റിസപ്ഷനിസ്റ്റ് ആണെങ്കിൽ അല്പസമയം ചെക്ക് ചെയ്യും. അതിനുശേഷം ആളോട് പറയും, ഐ എം സോറി ഡോക്ടർ, അദ്ദേഹം ഇന്ന് ഡ്യൂട്ടിയിലില്ല. അതിന് ഔദയാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാതെ അവിടുന്ന് കടന്നു പോകും. അടുത്ത നിമിഷം നമ്മുടെ സെൻസായി ആണെങ്കിൽ ഔദയെ ക്രോസ് ചെയ്ത് റിസപ്ഷനിലേക്ക് കടന്നു വന്ന് ഡെയിലി റിപ്പോർട്ട് ചോദിക്കുകയാണ്. ആൾ ഒരു സെക്കൻഡ് ഇപ്പൊ ഔദയെ തന്നെ നോക്കി റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കും, അദ്ദേഹം ആരാണ്? ഡെയിലി ഈ ഹോസ്പിറ്റലിൽ വരാറുണ്ടോ? ഉടനെ ആ റിസപ്ഷനിസ്റ്റ്, അയ്യോ ഇല്ല, ഞാൻ ആദ്യമായിട്ടാണ് ആളെ കാണുന്നത്. ഡോക്ടർ കട്ടാസ്കെ അന്വേഷിച്ചാണ് അദ്ദേഹം വന്നതെന്ന് പറയും. ഉടനെ സെൻസായി ആണെങ്കിൽ ഇപ്പൊ സ്ട്രെയിറ്റ് ആയി ആളുടെ അടുത്തേക്ക് സംസാരിക്കാനായി കടന്നു പോകും. അതേസമയം ഇവിടെയാണെങ്കിൽ നമ്മുടെ ഒക്കാഗെ ആൻറ്റി ആളാണെങ്കിൽ നിർത്താതെ സ്പീച്ച് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ആ ഗ്രേറ്റ് നിഞ്ച വാറ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത് 5 ഗ്രേറ്റ് നേഷൻസ് ആണ്. അതുപോലെ തന്നെ ഒരുപാട് ചെറിയ നേഷൻസും നമ്മുടെ ഈ വാറിന് വേണ്ടി ഒരുപാട് സഹായങ്ങളും സപ്പോർട്ടും ഒക്കെ തന്നെ ചെയ്തു. ഒക്കാഗെ ആൻറ്റി ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇവിടെ ഹിരട്ടയുടെ കയ്യിൽ നെജിയുടെ ഫോട്ടോ ഉണ്ട്. അതങ്ങനെ ചേർത്ത് പിടിച്ച് അവൾ നിൽക്കും. അതിനുശേഷം ഓരോരോ ടീമായിട്ട് മരിച്ചുപോയവരുടെ കല്ലറയിൽ ദ്വീപവും പൂക്കളും ഒക്കെ അർപ്പിക്കുകയാണ്. മിക്കവരുമാണെങ്കിൽ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കും. അത് കണ്ട് ഈനോയും അവൻ്റെ അടുത്തേക്ക് വന്ന് അവനെ ആശ്വസിപ്പിക്കും. എനിക്കറിയാം നിന്റെ മനസ്സിൽ അന്നത്തെ ആ വാറാണ് എന്ന്. ഒരുപാട് പേര് നമുക്ക് നഷ്ടമായി. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ അവൻ്റെ പപ്പയാണെങ്കിൽ റെയ്ക്കാഗയുടെ അസിസ്റ്റന്റ് ആയിട്ടാണ് ആ യുദ്ധത്തിൽ ആളോട് ചേർന്ന് നിന്ന് വർക്ക് ചെയ്തത്. ഹെഡ് ക്വാർട്ടേഴ്സിന് ലക്ഷ്യമാക്കി വലിയൊരു ബോംബ് വന്നു. അവസാനമായിട്ട് എൻ്റെ പപ്പ പറഞ്ഞ വാക്കുകൾ അത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല എന്ന് അവൻ ആ വാക്കുകൾ ഓർത്തെടുത്ത് ഈനോയോട് പറയും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഷിക്കവരുവാണെങ്കിൽ ഈനോട് പറയും, ലാസ്റ്റ് ടൈം പോലും എൻ്റെ പപ്പ ആള് വളരെ കൂളായിരുന്നു. അതിനുശേഷം ഈനോയും അദ്ദേഹത്തെ കുറിച്ച് ആലോചിക്കും. അവസാനമായിട്ട് അവളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അവളുടെ മനസ്സിലൂടെ വീണ്ടും കടന്നു പോകും. ഒരുപാട് വിഷമത്തിൽ അവൾ അങ്ങനെ കരയുകയാണ്. അവളാണെങ്കിൽ ഇപ്പോ അവനോട് പറയും, ആക്ച്വലി അവരെല്ലാ റെസ്പോൺസിബിലിറ്റിയും നമ്മളെ ഏൽപ്പിച്ചു. അവൻ അല്പസമയം ചിന്തിച്ചതിന് ശേഷം പറയും, ആ 10 ടൈൽ സ്ട്രാറ്റജി അത് നമ്മളോട് പറഞ്ഞതിൽ എനിക്ക് ചില സംശയങ്ങളുണ്ട്. ആക്ച്വലി നമ്മുടെ പാരൻസിന് നമ്മളോട് എന്തെന്നില്ലാത്തൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് അറിയാൻ കഴിയായിരുന്നെങ്കിൽ അതേ കാരണത്താൽ തന്നെ നമ്മുടെ മക്കൾക്കും നമുക്കിത് പകർന്നു കൊടുക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെ സീൻ കട്ട് ചെയ്ത സെൻസായെ കാണിക്കും. സെൻസായി ആണെങ്കിൽ ആളോട് ചോദിക്കുകയാണ്, സത്യത്തിൽ കട്ടാസ്കി ഡോക്ടറാണോ ഈ പ്രോസ്തെറ്റിക് ആം അത് നിങ്ങൾക്ക് തന്നത്? അതിനാള് പറയും, അതെ, അവനാണ് എനിക്കത് തന്നത്. അവരാണെങ്കിൽ കാഷ്വലായിട്ട് സംസാരിച്ച് ഇപ്പോ ആ ഒരു സെറിമണി നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. ഉടനെ അദ്ദേഹം ആണെങ്കിൽ ചുറ്റും നോക്കും. ഒരുപാട് പേര് അവിടെ അങ്ങനെ കൂടി നിൽക്കുകയാണ്. ആളാണെങ്കിൽ ഇതിലേക്ക് വരാനായിട്ട് മടിച്ചു നിൽക്കും. അതിന് സെൻസായി ആളെ ഇപ്പൊ നിർബന്ധിക്കും. ഉടനെ ആളാണെങ്കിൽ ഇപ്പൊ പതിയെ മുൻപോട്ടേക്ക് നടന്നു വരികയാണ്. ആക്ച്വലി ആ ഒരു ഓർമ്മ അതിപ്പോഴും എൻ്റെ മനസ്സിൽ വലിയൊരു ഭയാനകമായിട്ടുള്ള ഓർമ്മ തന്നെയാണ്. ആ ഒരു ടൈൽഡ് ബീസ്റ്റ് ബോംബ് അത് ഹെഡ് ക്വാർട്ടേഴ്സിനെ നോക്കി വരുന്ന സമയം ഞാനും ആ ഹെഡ് ക്വാർട്ടേഴ്സിലുണ്ടായിരുന്നു. ഞാൻ മാത്രമാണ് ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ച് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞ് ആളുടെ കയ്യിലേക്കും കാലിലേക്കും നോക്കും. ആ ഒരു വലിയ പൊട്ടിത്തെറിയിലാണ് ആൾക്കാരുടെ കൈയും കാലും നഷ്ടമായത്. ഇതാ ഇപ്പൊ ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ ആ ഒരു ബോംബ് വന്ന് വീണ് ഹെഡ് ക്വാർട്ടേഴ്സ് പൂർണ്ണമായിട്ടും തകരും. അതിൽ ജീവനോടുകൂടെ ബാക്കിയുണ്ടായിരുന്നത് ഇദ്ദേഹം മാത്രമാണ്. ആളാണെങ്കിൽ ഒച്ചത്തിൽ നിലവിളിക്കും. അല്പസമയം കഴിയുമ്പോൾ പതിയെ ആളുടെ ബോധം നശിക്കും. പിന്നീട് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ആള് ഹോസ്പിറ്റലിൽ കണ്ണു തുറക്കുകയാണ്.
50% തകർന്ന ബോഡിയായിട്ട് ആളങ്ങനെ ഒരുപാട് ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ കഴിച്ചു കൂട്ടും. അപ്പോഴാണ് ആൾക്ക് രക്ഷകനെ പോലെ ഡോക്ടർ കട്ടാസ്കി അവിടേക്ക് വരുന്നതും ആളുടെ ട്രീറ്റ്മെന്റ് അത് ഏറ്റെടുക്കുന്നതും. എനിക്ക് പുതിയ കയ്യ്, കാല്, എനിക്ക് നഷ്ടപ്പെട്ടു പോയ ഓരോരോ പാർട്സുകളായിട്ട് തിരികെ തന്നു. ഞാൻ ഷിനോബിയായി മുൻപോട്ടേക്ക് പോയില്ല. ആ ഒരു സ്ഥാനം അത് ഞാൻ റിസൈൻ ചെയ്ത് എന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു. പഴയതുപോലെ ആവാൻ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു, ട്രെയിൻ ചെയ്തു. അതിനുശേഷം ഞാൻ എൻ്റെ ലൈഫ് അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് വന്ന കാലത്തേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയത്. ആക്ച്വലി എനിക്ക് ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒന്നും ഇതുവരെ എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഇത്രയും കാലത്തെ ജീവിതം കൊണ്ട് എൻ്റെ പേരിൽ എനിക്കൊന്നും തന്നെ സാധ്യമാക്കാനായില്ല. കുറെ കൂടെ എന്തൊക്കെയോ ചെയ്യാൻ കഴിയുന്നുള്ള ഒരു ആത്മവിശ്വാസം ആ നിമിഷമാണ് എന്നിൽ കയറി കൂടിയത്. എൻ്റെ ലക്ഷ്യം അത് നിറവേറ്റപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് വീണ്ടും എൻ്റെ ജീവൻ അത് ബാക്കിയായത്. ഇതുപോലൊരു ജീവൻ എനിക്ക് കിട്ടിയെന്നുള്ള ആ ഒരു തിരിച്ചറിവ് അത് അവിടെ വെച്ച് എനിക്കുണ്ടായി. ഒരു ഷിനോബിയായി മാറാതെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. അതാണ് എൻ്റെ ലക്ഷ്യം. ചില സമയത്ത് എനിക്ക് വല്ലാത്ത ഡിപ്രഷൻ തോന്നും. നിഞ്ചാ വാറിൽ കൊല്ലപ്പെട്ടവരുടെ കൂടെ എനിക്കും മരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളൊരു തോന്നൽ അതെന്നിലേക്ക് കടന്നു വരും. പക്ഷെ എന്തോ ഒന്ന് എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് മാത്രമാണ് എൻ്റെ ജീവൻ മാത്രമായി ബാക്കി വെച്ചത്. അവനങ്ങനെ കാര്യമായിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴായിരിക്കും ഷിക്കമാരു അവിടേക്ക് കടന്നു വരിക. റെയ്ക്കാഗയുടെ വലങ്കയായിട്ടുള്ള മിസ്റ്റർ റാവു, നിങ്ങളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് നിങ്ങളെ ഞങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. അതും ഇങ്ങനെയൊരു ദിവസത്തിൽ, ഇങ്ങനെയൊരു നിമിഷത്തിൽ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. അത് കേട്ട് നമ്മുടെ സെൻസായി അവൻ ഞെട്ടുകയാണ്. അവന് ഇത്രയും വലിയൊരാളോടാണ് അവൻ ഇത്രയും നേരവും സംസാരിച്ചതെന്ന് വ്യക്തമായിട്ട് അറിയില്ലായിരുന്നു. ആണെങ്കിൽ അവരോട് പറയും, സത്യത്തിൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളുടെ പാരൻസിനെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിങ്ങളെ കാണാൻ സാധിച്ചതിലും ഞാൻ ഒത്തിരി ഹാപ്പിയാണ്. സോ എനിക്കിപ്പോൾ ഇവിടുന്ന് പോയേ പറ്റൂന്ന് പറഞ്ഞ് ആള് കടന്നു പോകും. കുമരുവാണെങ്കിൽ ഉടനെ ഇപ്പൊ ആളുടെ പുറകെ ഓടിയെത്തും. അതിനുശേഷം ആളോട് ചോദിക്കും, ആക്ച്വലി ആ ടെയിൽഡ് ബീസ്റ്റ് ബോംബ് അത് വീഴുന്നതിന് മുൻപായിട്ട് പപ്പ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പ്രധാനമായിട്ട് ആ ടെയിൽഡ് ബീസ്റ്റ് ബോംബിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ചില കാര്യങ്ങൾ. സോ അദ്ദേഹത്തിന് അന്നേ അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് എന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നോ? അങ്ങേക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ ചോദിക്കും. അത് കേട്ട് ഔവാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് ആലോചിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ ഒരുപാട് അറ്റാക്ക് ഇപ്പൊ ഹെഡ് ക്വാർട്ടേഴ്സിൽ ലക്ഷ്യമാക്കി വരും. അതെല്ലാം തന്നെ അവരെ കൊണ്ട് ആവും വിധം പ്രിവെന്റ് ചെയ്ത് അവരങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അടുത്ത നിമിഷം ഔവും ഷിക്കാഗോവും ഈനോയും എല്ലാവരും ഒരു കാഴ്ച കണ്ടങ്ങനെ ഷോക്ക് ആവുകയാണ്. മുകളിൽ നിന്ന് ഒരു ടെയിൽഡ് ബീസ്റ്റ് ബോംബ് അത് ആ ഹെഡ് ക്വാർട്ടേഴ്സ് ലക്ഷ്യമാക്കി വരികയാണ്. എല്ലാം നഷ്ടപ്പെട്ട് മരിക്കാനായിട്ട് അവരങ്ങനെ തയ്യാറെടുത്ത് നിൽക്കും. ഞൊടിയടയിൽ ഷിക്കാഗോ ആണെങ്കിൽ അവരുടെ പ്ലാൻ അത് ഷിക്കമരൂര് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അവൻ്റെ അടുത്ത് ആ ഒരു പ്ലാനിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് അവരെല്ലാവരും അവരുടെ ജോലി അവസാനിപ്പിച്ച് അവിടെ നിൽക്കും. കട്ട് ചെയ്ത ഔവാണെങ്കിൽ ഇപ്പൊ അവരോട് പറയും, നിങ്ങളുടെ പാരൻസ് ആ ഒരു മിഷൻ അത് നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നുള്ള വിശ്വാസം അവർക്കും ഉണ്ട്, അതുപോലെ എനിക്കും ഉണ്ട്. അത് കേട്ടിപ്പോ ഈനോയും ഷിക്കമരുവും രണ്ടുപേരും കരയും. അത്രയും പറഞ്ഞ ഔവാണെങ്കിൽ അവിടുന്ന് കടന്നു പോകും. ഷിക്കമരു ആണെങ്കിൽ ഇപ്പോ ഒരു നദിക്കരയിലേക്ക് വന്ന് അവിടെ അങ്ങനെ കിടക്കുകയാണ്. അടുത്ത നിമിഷം ഷിക്കട അവന്റെ അടുത്തേക്ക് വന്ന് അവനെയും കൂട്ടി ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഹാപ്പിയായി വീട്ടിലേക്ക് പോവും. കട്ട് ചെയ്ത അവനിപ്പോഴും ആ ലീഫ് ഐലാൻഡിൽ തന്നെ ഉണ്ട്. അവനൊരു ഇല അങ്ങനെ ക്യാച്ച് ചെയ്ത് അതിനെ ടെററായിട്ട് നോക്കി പിച്ച് ചീന്തുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.